പൈതലാ യേശുവേ, ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃദയത്തിൽ യേശുനാഥൻ പിറന്നു. നമസ്കാരം. വീണ്ടും ഒരു ക്രിസ്മസ് കൂടി, ആഘോഷങ്ങളും ഒരു ചരിത്ര സംഭവം തന്നെയാണ് 2025. ഒരുപാട് ഓർമ്മകളും ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് തിരക്കുള്ള ഒരു സമയമാണ്. എന്തൊക്കെയായി ഒരുക്കങ്ങൾ, ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ? ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ ആയി വരുന്നേ ഉള്ളൂ. ഇപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നപ്പോൾ പറഞ്ഞതുപോലെ 2025 തുടങ്ങി ഡിസംബർ എത്തിയത് കണ്ണടച്ച് തുറക്കുന്നത് പോലെയാണ്. എങ്ങനെ ഈ 12 മാസം കഴിഞ്ഞു, ദൈവാനുഗ്രഹം മുമ്പോട്ട് എല്ലാം നല്ല നല്ല കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോയി. ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളായി വരുന്നു. 25-ാം തീയതി ഉള്ള ക്രിസ്മസ് പ്രിപ്പറേഷൻ. ഇപ്പം നോമ്പ് കാലമാണ്, എന്നിട്ട് 25-ാം തീയതിയാണ് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ. ഏതെല്ലാം ഒരുക്കമാണെങ്കിലും നമുക്ക് ക്രിസ്മസിന് മറിയയ്ക്കൊക്കെ ഒരു ക്രിസ്മസ് എന്ന് പറയുമ്പം ഉമ്മൻചാണ്ടി സാർ ഉള്ളപ്പോൾ ഉള്ളൊരു ക്രിസ്മസും അതിന് ശേഷം ഉള്ളൊരു ക്രിസ്മസും വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ പറയാം അല്ലേ? അപ്പോൾ ഓർമ്മയിൽ അപ്പം ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ക്രിസ്മസ് ഒന്ന് ഓർത്തെടുത്താൽ എങ്ങനെയായിരിക്കും? നമുക്കതൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ ക്രിസ്മസ് ആണ്. 23, 24, 25, 25 മൂന്നാമത്തെ ക്രിസ്മസ് ആണ് അപ്പ ഇല്ലാത്ത ക്രിസ്മസ്. എന്താണ് അനുഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പ ഉള്ളപ്പം എന്ന് പറഞ്ഞാൽ അത് വീടൊരു നിറഞ്ഞൊരു അനുഭവമായിരുന്നു ക്രിസ്മസ്. എന്നും എല്ലാ ക്രിസ്മസിനും ഞങ്ങൾ ഒരുമിച്ച്, അപ്പം എത്ര തിരക്കുണ്ടെങ്കിലും ക്രിസ്മസ് ഈസ്റ്ററും കഴിവതും തിരുവനന്തപുരത്ത് ഞങ്ങളുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കാണുമായിരുന്നു. നമ്മൾ ഒരുമിച്ചാണ്. അപ്പം നോമ്പ് വീടിയിട്ട് 25-ാം തീയതിയാണ് അപ്പവും സ്റ്റൂവും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ പള്ളിയിൽ പോയി വന്ന് നോമ്പ് മുറിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച്, അതൊരു സന്തോഷമായിരുന്നു. അതൊരിക്കലും ഇന്നിപ്പം കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു ശൂന്യതയാണ്. അതെന്തെങ്കിലും കവറപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. എന്നാണ് ഇപ്പം റീസെൻ്റ്ലി ഇപ്പം 2 ദിവസം മുമ്പ് ഞങ്ങളെല്ലാവരും കൂടി ഒരു ഫാമിലി ഫോട്ടോ എടുത്തു. ഫാമിലി ഫോട്ടോ കണ്ടപ്പോൾ, പക്ഷേ അമ്മയും ഞങ്ങൾ 3 മക്കളും കൂടെ നിന്ന് ഫാമിലി ഫോട്ടോ എടുത്തപ്പോൾ ആ ഫാമിലി ഫോട്ടോ ഇൻകംപ്ലീറ്റ് ആണ്. അപ്പം ഉള്ളപ്പോൾ ഉള്ള ഒരു ഷൈനിങ് ആ ഫോട്ടോയ്ക്കില്ല എന്ന് ആ ഫോട്ടോ കണ്ടപ്പം എനിക്ക് തോന്നി. മറ്റേത് ഞങ്ങൾക്കുണ്ടാകുന്ന ആ മനസ്സിനകത്തു നിന്നുണ്ടാകുന്ന ആ ഒരു സന്തോഷം, അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പനെന്ന് പറയുമ്പം ഫാദർ ഫിഗർ, അതൊരിക്കലും നമുക്ക് നികത്താൻ പറ്റുന്നത് അല്ല. ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അപ്പയെ കിട്ടിയിട്ടില്ല, അപ്പയുടെ കൂടെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ സമയം ഒട്ടും ലഭിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ആഘോഷങ്ങളായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ കുറച്ച് സമയം അപ്പയുടെ കൂടെ ചേർന്നിരിക്കാൻ പറ്റുന്നവർ. അതിൽ ഇപ്പം മരിക്കുന്നതിന് മുൻപ് വരെ നമുക്കുള്ള ഓർമ്മകളായിരിക്കും പെട്ടെന്ന് കിട്ടുന്നത്. അതിനേക്കാൾ കുറച്ചുകൂടെ ബാക്കോട്ട് പോയാൽ ഒരുമിച്ച് ആഘോഷിച്ച, ഏറ്റവും എല്ലാവരും കൂടെ ചേർന്ന് ആഘോഷിച്ച ഒരു ക്രിസ്മസിൻ്റെ ഓർമ്മ ഷെയർ ചെയ്യാമോ? ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ക്രിസ്മസ് ഞങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആയിരുന്നു. എപ്പോഴും നമ്മൾ ഒരുമിച്ച് രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ചിലപ്പം പള്ളിയിൽ നമുക്ക് നേർച്ച കാണുമായിരിക്കും. എന്നാലും നമ്മൾ ചിലപ്പം ഉണ്ടെങ്കിൽ അങ്ങനെ ചെറുതായിട്ടൊന്ന് കഴിച്ചിട്ട് വീട്ടിൽ വന്ന് വീട്ടുകാരുമായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു പതിവ്. പിന്നെ അപ്പം ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ എപ്പോഴും ഡിസംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ ക്രിസ്മസ് സ്റ്റാർ ഇടും, പുൽക്കൂട് വയ്ക്കും, ട്രീ വയ്ക്കും. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങളിതൊന്നും ചെയ്തിട്ടില്ല. അതൊരു പിന്നെ എൻ്റെ ചെറുപ്പത്തിലെ എനിക്കുള്ളൊരു ഓർമ്മ എന്ന് പറയുമ്പോൾ, ഞങ്ങളുടെ ചെറുപ്പകാലം തൊട്ട്, അത് ചെറുപ്പത്തിലാണ് അപ്പയും അമ്മയും ഞങ്ങൾക്ക് ഈ ക്രിസ്മസ് ഗിഫ്റ്റ് വയ്ക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇവർ ക്രിസ്മസിൻ്റെ തലേന്ന് പറയും, ക്രിസ്മസ് പാപ്പ വരും, സാന്റാക്ലോസ് വരും, നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ഇവിടെ വെച്ചിരിക്കും. എന്നിട്ട് രാവിലെ ആകുമ്പോൾ ഞങ്ങൾ ഓടി നടന്ന് ഗിഫ്റ്റ് തപ്പിയെടുക്കും. ഞാനപ്പം അച്ചു എന്നെക്കാട്ടി കുറച്ചുകൂടെ സ്മാർട്ടാണ്. അപ്പോൾ അവള് മനസ്സിലാക്കി ഇവർ വെച്ചതാണ്. പക്ഷെ അപ്പോഴും ഞാൻ വിശ്വസിക്കുമായിരുന്നു ഇത് സാന്റാക്ലോസ് വന്ന് വെച്ചിരുന്നത്. അത് ഞങ്ങളുടെ ചെറുപ്പത്തിലുള്ള ഒരു നല്ലൊരു ഓർമ്മയാണ്. പിന്നെ ഞങ്ങളുടെ ക്രിസ്മസ് വലുതായപ്പം എപ്പോഴും ഒരുപോലെയാണ് ആ സന്തോഷം. അത് കഴിഞ്ഞ് അപ്പ പുതുപ്പള്ളിക്ക് പോവും, ചിലപ്പം ഞങ്ങളും പുതുപ്പള്ളിക്ക് പോവും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ക്രിസ്മസ്. പിന്നെ 2022 ഞങ്ങൾ അവസാനമായി സെലിബ്രേറ്റ് ചെയ്ത ക്രിസ്മസ്. അതിൽ അപ്പം നിർബന്ധം പിടിച്ച് ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. ബാംഗ്ലൂരായിരുന്നു. അപ്പയ്ക്ക് എനിക്ക് തോന്നുന്നു അപ്പയുടെ മനസ്സിലുണ്ടായിരുന്നായിരിക്കാം 23 ഞങ്ങളുടെ കൂടെ കാണത്തില്ല എന്നുള്ളത്. എന്തുകൊണ്ടോ ഞാനും എൻ്റെ മോനും
ട്രിവാൻഡ്രത്തായിരുന്നു, കുറച്ച് ദിവസത്തേക്ക് വന്നതാണ്. പക്ഷെ അപ്പം നിർബന്ധം പിടിച്ച് നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് ഒരുമിച്ച് ഒരു ക്രിസ്മസ് ആഘോഷിച്ചു. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. അതൊരു ഓർമ്മയായി. അടുത്ത ക്രിസ്മസിന് അപ്പയില്ലായിരുന്നു. ഗിഫ്റ്റ്, നമ്മൾ ഗിഫ്റ്റിനെ പറ്റി പറഞ്ഞല്ലോ, അത്രയും ബാക്കോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടിയ ഗിഫ്റ്റിൽ നിന്നും ഇപ്പം കിട്ടുന്ന ഗിഫ്റ്റുകളൊക്കെ വളരെ വ്യത്യസ്തമാണ്. നമുക്ക് ഗിഫ്റ്റുകളൊന്നും കിട്ടുന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ഓർത്തെടുക്കാനുള്ളൊരു ഗിഫ്റ്റ് അതിൽ നിന്ന് വയ്ക്കുമ്പോൾ യേശുക്രിസ്തുവാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. അത് നമ്മുടെ കൂടെ ഉള്ളതാണല്ലോ നമ്മുടെ സമാധാനമല്ല. നിങ്ങൾ കുടുംബമായി അല്ലെങ്കിൽ പപ്പയോട് ചേർന്ന്, എനിക്ക് തോന്നുന്നു പപ്പ ഏറ്റവും ക്രിസ്മസ് വരുമ്പം ഏറ്റവും ആഗ്രഹിച്ചൊരു സംഭവമായിരുന്നു നമ്മുടെ മെലോഡിയ പ്രൊഡക്ഷൻസ്. ഒരു മ്യൂസിക് പപ്പയ്ക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു തോന്നല്ലേ, അതിന്റെ മുൻകൈ എടുത്ത്. എന്തായിരുന്നു അതിന്റെ ഒരു പപ്പയ്ക്ക് ഇത്രയും അതിനോടൊരു സ്നേഹം തോന്നാൻ കാരണം? എന്ന് പറഞ്ഞാൽ അപ്പ ഞങ്ങളെ എല്ലാവരെയും, അത് ഫാമിലി എല്ലാവരെയും, ആരെയും ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിന് എല്ലാം ഇതായിരുന്നു. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങൾ 3-4 പേരിങ്ങനെ ഒരു കൂട്ടായ്മ, മെലോഡിയ എന്ന് പറഞ്ഞ ഒരു സൗഹൃദ കൂട്ടായ്മയാണ്, ഒരു ഗാനസംഘം. അത് മ്യൂസിക്കിനോട് പാഷനുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു. നിങ്ങളുടെ ചർച്ച് മാത്രമാണോ അല്ല ഇതൊരു ചർച്ച് ബേസ്ഡ് അല്ല. ഇതിനകത്ത് എല്ലാവരും ഉണ്ട്. ഞങ്ങൾ തുടക്കത്തിൽ, ഇപ്പം ഇല്ല, സീനിയർ ക്വയർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 2012 തുടങ്ങുമ്പം 5 വയസ്സുള്ള, എൻ്റെ മകൻ 5 വയസ്സുള്ളപ്പോഴാണ് തുടങ്ങുന്നത്. 5 വയസ്സുകാരൻ തൊട്ട് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളത്, ജാതി മത ഭേദമന്യേ ഉണ്ടായിരുന്ന ഒരു കൂട്ടായ്മയാണ്. ഇന്നും ഇപ്പം പക്ഷേ കോവിഡ് വന്നപ്പം ഞങ്ങളുടെ കിഡ്സ് സ്ക്വയർ നിന്നുപോയി. ബിക്കോസ് ഞങ്ങൾക്ക് പിന്നെ സ്റ്റുഡിയോയിലേക്കായി ഞങ്ങളുടെ പെർഫോമൻസ്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ കിഡ്സ് സ്ക്വയർ നിർത്തിയായിരുന്നു. പറഞ്ഞു വന്നത്, അപ്പം ഞങ്ങളുടെ എല്ലാ താല്പര്യങ്ങൾക്കും ഫുൾ സപ്പോർട്ടായിരുന്നു. അപ്പം മെലോഡി എങ്ങനെ തുടങ്ങി, അത് ഇപ്പം മെലോഡിയുടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാരിറ്റി ബേസ്ഡ് ആണ്. ഇതൊരു കൂട്ടായ്മയാണ്. അപ്പം സംഗീതവും സാന്ത്വനവും ഇത് ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. അപ്പം അതിൻ്റെ ഒരു കാര്യം അപ്പം ഞങ്ങളുടെ ഉദ്ഘാടനം നടത്തിയത് തന്നെ അപ്പയാണ്. അത് കഴിഞ്ഞ് 3 പ്രാവശ്യം അപ്പോൾ ഉദ്ഘാടകനായിട്ട് വന്നിട്ടുണ്ട്. 2021 അവസാനം വരുന്നത്. പിന്നെ 22 ചികിത്സയ്ക്ക് പോയി. 23 മരിക്കും. ഇന്ന് നമുക്ക് ആ ചാരിറ്റിയോട് ചേർന്ന മെലോഡിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടല്ലേ? ഈ വർഷവും നമ്മൾ നടത്തി. ഞങ്ങളുടെ 14ാം വാർഷികം കഴിഞ്ഞു. അത് ഒരു ദൈവാനുഗ്രഹമാണ്. 14 വർഷം ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു പറ്റം നല്ല സംഗീതം സമൂഹത്തിന് നൽകാനും അതോടൊപ്പം കുറേ പേരെ സഹായിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെയേറെ നമുക്ക് വളരെ ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്നൊരു കാര്യമാണ്. ദൈവാനുഗ്രഹിച്ച് അടുത്ത വർഷം ആകുമ്പോൾ 15 വർഷം തികയുകയാണ്. പുതിയ പ്രൊഡക്ഷൻസ് ഇറങ്ങുന്നുണ്ടോ? എല്ലാ വർഷവും ഞങ്ങളുടെ പുതിയ എല്ലാ വർഷവും ഞങ്ങളുടെ പാട്ടുകൾ ഇറങ്ങാറുണ്ട്. പിന്നെ പഴയ പാട്ടുകളും പാടും. അപ്പം നമ്മൾ എന്തായാലും മെലോഡിയ പ്രൊഡക്ഷനെ പറ്റി പറഞ്ഞു, പ്രേക്ഷകർക്ക് അത് എന്താണെന്നൊന്ന് കേൾക്കണ്ടേ? നമുക്ക് ഒരു 2 വരി പാടിയാലോ? നമ്മൾ അപ്പയുള്ളപ്പോൾ തന്നെ എല്ലാ വർഷവും മുടങ്ങാതെ ഒരു മ്യൂസിക് പ്രൊഡക്ഷനായിട്ടാണ് മെലോഡിയ ഒരു വലിയൊരു ഗിഫ്റ്റാണ് സമൂഹത്തിന് തരുന്നത്. എന്താണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് അപ്പയ്ക്ക്? മറിയം കൂടെ ചേർന്ന് ഒരുമിച്ചാണ് ചെയ്യുന്നത്. ആരാണ് ഇതിൻ്റെ കൊയർ മാസ്റ്റർ എല്ലാം? ഇതാരാണ് ഇതിൻ്റെ പുറകിൽ?
ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ചേർന്നാണ് തുടങ്ങിയത്. എനിക്ക് ചെറുപ്പത്തിലെ സംഗീതം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളുടെ കൊയർ മാസ്റ്റർ ഉണ്ട്, ഷിജോ ഫിലിപ്പ്, പ്രൊഫസർ ഷിജോ ഫിലിപ്പ്. സാറിൻ്റെയാണ് ബേസിക്കലി ഈ ഒരു കോൺസെപ്റ്റ് തന്നെ. പക്ഷേ സാറ് പറഞ്ഞപ്പോൾ തന്നെ നമുക്കതെല്ലാം താല്പര്യമായിരുന്നു. പിന്നെ അപ്പ പറഞ്ഞ്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അപ്പ ഫുൾ സപ്പോർട്ട് ഞങ്ങളുടെ എല്ലാ പരിപാടിക്കും. അപ്പം റീസെൻ്റ്ലി ഇപ്പം ഞാൻ അത് പറയാനായിട്ട് വന്നത്, 2021 അപ്പം ഞങ്ങളുടെ ഗസ്റ്റ് ആയിരുന്നു. അതിന് മുമ്പത്തെ വർഷം ആണ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പം ഈ കോവിഡ് ആണല്ലോ, അപ്പം ഞങ്ങളുടെ സ്റ്റുഡിയോയിലാണ് നടക്കുന്നത്. അപ്പം ലൈവ് പോകും, ലൈവ് മെലോഡി ലൈവിൽ പോകും. അപ്പം റീസെൻ്റ്ലി ഇപ്പം ഈ ഒരു 2-3 മാസം മുമ്പെയാണ് അവിടെ പുതുപ്പള്ളിയിലുള്ള ഒരു വ്യക്തി എന്നോട് പറഞ്ഞത്, ഇങ്ങനെ സാറ് ഇങ്ങനെ ഡിസംബർ ആ സമയം ഒന്ന് കാണിക്കാവോ, ഈ മെലോഡിയ പരിപാടി ലൈവിൽ വരുന്നുണ്ട്, എന്നെ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്നിട്ട് ഗസ്റ്റ് ഹൗസിൽ എന്തോ പോയി, ആ സമയത്ത് പോയിരുന്ന് അത് കണ്ടു. എന്നിട്ട് എന്നോട് ഇവര് പറഞ്ഞത്, സാറ് പറഞ്ഞു, താനൊരു ഫോട്ടോയും കൂടെ എടുത്തേക്ക് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ കണ്ടില്ല എന്നൊരു കംപ്ലൈന്റ് വരണ്ട. ഞാൻ കണ്ടോണ്ടിരിക്കുന്നതിന്റെ ഒരു അപ്പം അപ്പ അത്രയേറെ എൻകറേജ് ചെയ്തിരുന്നു ഒരു വശത്ത്. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അത്രയേറെ മക്കളെ കരുതിയിരുന്നു. നമുക്ക് അതിലും ഒരു ചാരിറ്റി ഉണ്ടായിരുന്നല്ലേ? ചാരിറ്റി ബേസ്ഡ് സംഘടനയാണ്. എല്ലാ വർഷവും ഈ 14 വർഷവും ഞങ്ങൾക്ക് ഓരോ വർഷവും ഓരോ തീം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഡിസേർവിംഗ് ആയിട്ടുള്ള ഓരോരുത്തരെ നോക്കി ഞങ്ങൾ ചാരിറ്റി, ഞങ്ങൾക്ക് പേട്രൺ ഉണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് പേട്രൺ ഒരു NRI ആയിരുന്നു, ശ്രീ ജേക്കബ് കുര്യൻ. ഇപ്പൊ ഞങ്ങൾ 10 വർഷമായിട്ട് നമ്മുടെ SP ഫോർട്ടിലെ ഡയറക്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ MD SP സുബ്രഹ്മണ്യം സാറാണ് ഞങ്ങളുടെ പേട്രൺ. ഒരുപാട് നല്ല ഒരുപാട് നമ്മുടെ സെറീനല്ല ഷീല ആൻറ്റി ഞങ്ങളുടെ ഒരു വെൽ വിഷറാണ്. അങ്ങനെ ഒരുപാട് സുമനസ്സുകളുടെ അനുഗ്രഹത്തോടെയാണ് ഈ ചാരിറ്റി എല്ലാം മുമ്പോട്ട് പോകുന്നത്. പിന്നെ എൻ്റെ കൂടെ ഇരിക്കുന്ന ബോൾഷോയാണ് ഞങ്ങളുടെ ഈ 2012 തൊട്ടുള്ള എല്ലാ വർഷത്തെയും ഞങ്ങളുടെ സാറിൻ്റെ പ്രൊഡക്ഷനിലെ ഓർക്കസ്ട്രേഷൻ ബോൾഷോയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് പോകുന്നു. എല്ലാ ക്രിസ്മസ് വരുമ്പോഴും നമ്മളിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഒരു നന്മ. മീൻസ് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഈ വർഷം നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു വരാം. സാറ് തുടങ്ങി വെച്ചിട്ട് പോയ ഒരു സാറ് വിതച്ച ഒരു വിത്താണല്ലോ. അപ്പൊ അത് സാറിൽ നിന്നത് ഇനി ഇല്ല. അപ്പം സാറിന്റെ മക്കൾ അത് തുടരുമെന്ന് ജനം പ്രതീക്ഷിക്കുന്നു. കഴിയുന്നതോളം ഇപ്പം മെലോഡി അല്ലാതെ എനിക്ക് മന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് അത് 2012 തന്നെ തുടങ്ങിയതാ. അതും ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചോ ഒന്നും വന്നതല്ല. മന്ന അറിയാമല്ലോ, സ്വർഗീയ മന്ന. ഇന്ന് എനിക്കത് എങ്ങനെയാണ് മന്ന എന്നുള്ളൊരു വാക്ക് എൻ്റെ മനസ്സിൽ വന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് ദൈവം മന്ന പൊഴിച്ചതുപോലെ, ആശ്രയിക്കുന്ന പോലെ ആൾക്കാർ മന്ന പൊഴിച്ചതുപോലെ ദൈവം ആവശ്യക്കാർക്ക് അത്യാവശ്യം ചെയ്യാവുന്ന പോലെയൊക്കെ സഹായം ചെയ്യാൻ സഹായിക്കുന്നത് മന്ന പൊഴിച്ചതുപോലെ എന്ന് ആ വാക്കിന്റെ യഥാർത്ഥമായ അർത്ഥം എനിക്കിന്ന് വളരെ അർത്ഥവത്തായി തോന്നുന്നുണ്ട്. അപ്പം പറ്റുന്ന പോലെയൊക്കെ അതും മുമ്പോട്ട് പോകുന്നുണ്ട്. നമ്മളൊരു കപടത നിറഞ്ഞൊരു ലോകത്തിലാണ് നമ്മുടെ ജീവിതം. ഇപ്പം പ്രത്യേകിച്ച് മറിയൊക്കെ രാഷ്ട്രീയവും എല്ലാം കൂടെ ചേർന്ന് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പം ഈ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അവരുടെ മുമ്പിൽ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. എന്ത് തോന്നുന്നു ഈ ഒരു ക്രിസ്മസ് ഇങ്ങനെ അടുത്ത് വരുമ്പം നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലൊരു സ്റ്റാറായിട്ട് നിൽക്കാൻ പറ്റും? നമ്മളെല്ലായിടത്തും നമ്മളൊരു സ്റ്റാറിൻ്റെ ഒരു സമയമാണ്. അപ്പം നമ്മളെന്നൊരു സ്റ്റാറിന് ഈ ഒരു ലോകത്തിൽ, പ്രത്യേകിച്ച് ഈ നിങ്ങളൊക്കെ ആയിരിക്കുന്ന, അപ്പം പ്രത്യേകിച്ച് അപ്പം മരിച്ചതിന് ശേഷം നിങ്ങളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സമയമാണ്. കുടുംബത്തെ മൊത്തം വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ ഐഡന്റിറ്റി. നേരത്തെ പറഞ്ഞതുപോലെ അപ്പയുടെ മരണത്തിലാകാം അപ്പയാരാന്ന് ലോകം തിരിച്ചറിഞ്ഞത്. ഒരുപാട് പേർക്ക് സഹായം കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പേര് നല്ലയാളാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പയുടെ മരണത്തിലാകാം ഈ ലോകം മുഴുവൻ അത് തിരിച്ചറിഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ അപ്പ ക്യാരി ഫോർവേഡ് ചെയ്ത നന്മ, ആ നന്മ നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരും മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെയ്യുന്ന ഓരോ പ്രവൃത്തി തന്നെയാണ് ഐഡന്റിറ്റി. ഒരു 10-20 വർഷം അല്ലെങ്കിൽ 25 വർഷം അല്ലെങ്കിൽ 30 വർഷം പുറകോട്ട് പോയി നോക്കിയാൽ നമ്മുടെ ജീവിത സാഹചര്യം അന്നും ഇന്നും ഭയങ്കര, ജീവിത സാഹചര്യം എന്നല്ല, നമ്മുടെ ചുറ്റും കാണുന്ന സംഭവങ്ങൾ വളരെയേറെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അതൊരു ഗ്രാജുവൽ പ്രോസസ്, ഗ്രാജുവൽ ചേഞ്ച് ആയിരുന്നു. അപ്പം അതിൽ ഒരുപാട് നന്മ കട്ട് ചെയ്ത് ഒരുപാട് തിന്മ മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പം
ആ ഇപ്പം വന്ന് തിന്മ ഒരുപാട് മുകളിലായിരിക്കുകയാണ്. അപ്പം ആ തിന്മയെ ഇനിയിപ്പം നമുക്ക് കവറപ്പ് ചെയ്ത് വരണമെങ്കിൽ ഈ തിന്മ എങ്ങനെ നന്മയെ കവർ ചെയ്തോ അതുപോലെ നമുക്ക് റിവേഴ്സ് പ്രോസസ്സ് വേണ്ടി വരും. ഇപ്പം നാം ഓരോരുത്തരും, ഇപ്പം ഞാനാകട്ടെ സിജി ആകട്ടെ, നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയായിരിക്കാം നമ്മുടെ ഐഡൻറ്റിറ്റിയും അത് തന്നെയായിരിക്കും ഈ തിന്മയെ കവർ ചെയ്യാൻ ഈ ലോകത്തിൽ ഒതുങ്ങുന്നത്. എന്നാൽ മാത്രമേ നമ്മുടെ ലോകം കുറച്ചു നാളും കൂടെ മുമ്പോട്ട് പോകും. അതെ. അപ്പയിൽ നിന്ന് നിങ്ങൾ പഠിച്ചൊരു വലിയൊരു കാര്യമായിരിക്കണം ക്ഷമിക്കുക. അത് അപ്പ നിങ്ങൾക്ക് മാതൃക കാണിച്ചു തന്നു. പിന്നീട് അപ്പയുടെ ശേഷം നിങ്ങളെ ദ്രോഹിച്ചവരോടും നിങ്ങൾ എന്താ പറയുക, മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവരുടെ ഒക്കെ മുൻപിൽ നിങ്ങൾക്ക് ആ ക്ഷമ ഇപ്പോഴും നിങ്ങൾ അതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ നിന്ന് പോകുന്നത്. എന്ത് തോന്നുന്നു ഈ ക്രിസ്മസ് സീസണിലും ഓരോ മാസവും ഓരോ ദിവസവും നമ്മളിത് ഫേസ് ചെയ്യാണ് ഈ ചലഞ്ചസ്. അല്ല ഈ അപ്പൊ പഠിപ്പിച്ചു തന്ന ആ ഒരു വലിയൊരു ക്വാളിറ്റി ആയിരുന്നു അപ്പയിലുണ്ടായിരുന്ന ഒരു ദീർഘക്ഷമ അപ്പയ്ക്ക്. അപ്പൊ ഭയങ്കര മൗനമായിരുന്നു പലപ്പോഴും. അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ തന്നെയാണ് നമ്മുടെ ഐഡന്റിറ്റി. അതെ. അപ്പൊ വലിയൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്തു. കല്ലെറിഞ്ഞ വ്യക്തിയോട് പോലും ക്ഷമിച്ചിട്ടുണ്ട്, കർത്താവ് ക്ഷമിച്ചു എന്ന് പറഞ്ഞതുപോലെ. അപ്പം അതൊരിക്കലും അത് മനസ്സിൽ നിന്ന് വന്നതാണ്. അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും മരണശേഷമാണ് ഒരുപാട് പേര് വീണ്ടും വീണ്ടും അത് പറയാനിടയായത്. അപ്പം അത് നമ്മൾ കണ്ടു പഠിക്കുക. ഒരിക്കലും ഈ പറഞ്ഞ പോലെ മോളെ അത് ചെയ്യുക അല്ലെങ്കിൽ ഇന്നത് ചെയ്യുക, ഒരിക്കലും ഒരു കാര്യം നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്ത് ചെയ്യുന്ന ഒരു ശീലമില്ല. നമ്മൾ കണ്ടുപഠിക്കുകയാണ്. അപ്പം ഇത് കണ്ടുപഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ മാർഗത്തിലേക്ക് വരും. അപ്പം ക്ഷമ അപ്പയുടെ അത്രയും ക്ഷമിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ അത്രയേറെ ക്ഷമയുള്ള വ്യക്തിയാണ്. പക്ഷെ എന്നാലും അതുകൊണ്ട് നമുക്ക് ഒരുപാട് കണ്ട് മനസ്സിലാക്കി നമ്മുടെ പ്രവർത്തികൾ അതുപോലെ പോകാൻ സാധിക്കുന്നു. പക്ഷെ അതിനേക്കാളേറെ എനിക്ക് ക്ഷമ ഒരു വശത്തെങ്കിലും, ഞാനിപ്പം എന്നെ പറ്റി പറയുകയാണെങ്കിൽ അപ്പയുടെ കൂടെ ഒരുപാട് വർഷം കൂടെ നടന്ന് വീട്ടിൽ ജീവിച്ചത് വെച്ച് ചെറുപ്പം തൊട്ട് കഷ്ടപ്പെടുന്ന ആളുകൾ വീട്ടിൽ വരികയും സഹായം ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടത് കൊണ്ടാകാം, ഒരിക്കലും പറഞ്ഞു തന്നിട്ടില്ലെങ്കിലും പല അവസരങ്ങളിലും അപ്പയുടെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയും ആർദ്രതയുള്ള മനസ്സിൻ്റെ ഉടമയായിരുന്നു. അത് കണ്ടു വളർന്നതുകൊണ്ടാകാം നമുക്ക് നമുക്കും അങ്ങനൊരു ക്വാളിറ്റി ദൈവ അനുഗ്രഹമാണ് കിട്ടിയിട്ടുണ്ട്. അതൊരു ഭയങ്കര ഒരു ഭാഗ്യമോ അനുഗ്രഹമോ ആയിട്ട് ഞാൻ ഒരു ആക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. ബിക്കോസ് അത് അപ്പയിൽ നിന്ന് കിട്ടിയതാകാം. അത് അപ്പ മാത്രമല്ല, അമ്മയും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അപ്പയിൽ നിന്ന് ഒരുപാട് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പയുടെ എല്ലാ കാര്യങ്ങളിലും കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു അമ്മേനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എങ്കിലും ഈ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകുമ്പോഴും ഇപ്പം അപ്പയുടെ മരണശേഷം എനിക്ക് തോന്നുന്നു മറിയയ്ക്ക് കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി ആയി, ഒരുപാട് യാത്രകളായി. അപ്പ ചെയ്യുന്ന പോലെ അങ്ങ് പോകേണ്ട ഒരു സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരിക്കലുമില്ല. അത് അപ്പ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ജനങ്ങളാണ് എൻ്റെ എനർജി, എൻ്റെ ഊർജം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് പക്ഷേ ഇന്നിപ്പം അപ്പ മരിച്ചതിന് ശേഷം ഇപ്പം സമൂഹത്തിൽ ഇറങ്ങുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, അപ്പയോടുള്ള സ്നേഹം ആളുകൾ എന്തുമാത്രം അത് അപ്പ അവർക്ക് കൊടുത്ത നന്മയാണെന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുന്നത് ഞങ്ങളാണ്, കുടുംബമാണ്. നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പം നമ്മുടെ ഒരു സൊസൈറ്റിയിൽ, ഏത് സൊസൈറ്റി ആയിക്കോട്ടെ, ഏതൊരു പ്രോഗ്രാമിന് പൊക്കോട്ടെ, ഒരു വെന്യൂവിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കല്യാണമായിക്കോട്ടെ, ഒരു മരണമായിക്കോട്ടെ, ഒരു പരിപാടി ആയിക്കോട്ടെ, അവിടെ ചെല്ലുമ്പം ആളുകൾ നമ്മളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം നമ്മളെ എത്ര ക്ഷീണത്തിലും എണീറ്റ് വിതച്ചതാണ്. അപ്പ വിതച്ചതാണ്. പക്ഷെ ആ വിതച്ചത് ഒരുപാട് കരുതലാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് അതൊരു എനർജിയായി മാറുകയാണ്. അപ്പം ആളുകള് സ്നേഹം, അപ്പയുടെ മരണത്തില് ലക്ഷക്കണക്കിന് ആളുകൾ കരഞ്ഞു. ഞാൻ കരഞ്ഞതിന് റീസൺ ഉണ്ട്, ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് കരഞ്ഞതിന് റീസൺ ഉണ്ട്. പക്ഷേ യാതൊരു ബന്ധമില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ കരഞ്ഞു. ആ കരച്ചില് അന്ന് അവർ കരഞ്ഞു അപ്പയുടെ മരണത്തില്. ഇന്ന് അപ്പയ്ക്ക് അവർക്ക് അപ്പയെ കാണാൻ പറ്റാത്തത് കൊണ്ട് ആ സ്നേഹം മുഴുവൻ അവർ ഞങ്ങൾക്ക് തരികയാണ്. അതാണ് ഇന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളെ മുമ്പോട്ട് ഓടിക്കുന്ന എനർജി തന്നെ. ഈ ഒരിക്കലും ഫില്ല് ചെയ്യാൻ പറ്റാത്ത ശൂന്യത എന്ന് പറഞ്ഞില്ലേ, അതിനെ ഫില്ല് ചെയ്യാൻ പറ്റില്ലെങ്കിലും ആ ശൂന്യത ഫില്ല് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടുന്നത്
അതുകൊണ്ടാണ്. നമ്മളെപ്പോഴും പറയും മറ്റുള്ളവർക്കൊരു നന്മ ചെയ്ത് കൊടുത്ത് ആ നന്മയിൽ ഒരു ഫ്രൂട്ട് വന്നത് കാണുമ്പോഴാണ് നമുക്കൊരു തൃപ്തി വരുന്നത്. ഇപ്പം ക്രിസ്മസ് ആണെങ്കിലും ദേവാലയങ്ങൾ ഒരുങ്ങുന്നു, പുൽക്കൂടുകൾ, ഗിഫ്റ്റുകൾ എല്ലാം ഒരു ചർച്ചകളെല്ലാം ഭയങ്കര ഒരു ബിസിയായ ഒരു സമയമാണ്. നമ്മളെല്ലാം ഒരുങ്ങുവാണ്. ഇപ്പം നോമ്പാണ്, 25 നോമ്പ് എല്ലാം ഉണ്ട്. നമ്മുടെ ഒരു പഴയ കാലം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാർഡുകൾ കിട്ടിയെന്ന് ഒരു ഓർമ്മയിലോ ഓർക്കുന്നുണ്ടോ? നമുക്കൊരു ക്രിസ്മസ് കാർഡിന് വേണ്ടി കാത്തിരിക്കുക. ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു പിന്നെ ഞാൻ പണ്ട് ചെറുപ്പത്തിൽ, ഇന്നിപ്പം എല്ലാം പോയി, ഇപ്പം എല്ലാം വാട്സാപ്പിലാണല്ലോ വരുന്നത്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ചെറുപ്പത്തില് എനിക്കറിയാം, അപ്പ ക്രിസ്മസ് ന്യൂ ഇയർ ആകുമ്പം അപ്പ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ് മെറി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ് അങ്ങനത്തെ കാർഡ്സ് എഴുതി, പിന്നെ ആ സീസണിൽ നമ്മൾ അഡ്രസ് എഴുതി അയക്കില്ലാണ്. അപ്പം അപ്പയുടെ ഓഫീസിൽ സ്റ്റാഫ് അഡ്രസ് ചെയ്തപ്പോൾ 100 കണക്കിന് 1000 കാർഡ്സ് ഒക്കെയാണ് അയച്ചുകൊണ്ടിരുന്നത്. ഇന്നൊക്കെ പക്ഷേ അതൊന്നുമില്ല, എല്ലാം ഇപ്പോൾ എല്ലാം വാട്സാപ്പിൽ ഓൺലൈനിലായതുകൊണ്ട് വളരെ ചുരുക്കം പേര് ഫോൺ വിളിച്ച് വിഷയം. പക്ഷെ ബാക്കി ഇപ്പൊ കാർഡെന്ന് പറഞ്ഞത് നിന്നു എന്ന് തോന്നുന്നു, അങ്ങനെ കിട്ടാറ് തന്നെ ഇല്ല. അല്ല, ആരുമില്ല. വേണമെങ്കിൽ നമുക്ക് ഡിജിറ്റൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അത്രയേ ഉള്ളൂ. ആ ഒരു ഇതിലേക്ക് ഒതുങ്ങി. ഇപ്പം നല്ല ഫുഡ് ഉണ്ടാക്കുന്നു, ബന്ധുക്കളെല്ലാം ഒരുമിച്ച് കൂടുന്നു, അങ്ങനെയൊന്നുമുള്ള ആഘോഷങ്ങൾ ഉള്ളപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ക്രിസ്തു അവരുടെ ഒന്നും മതിയില്ല എന്നൊരു ഫീല്? ആ ഒറ്റ ദിവസം കൊണ്ട് അതെല്ലാം അവസാനിക്കുന്നു, പിറ്റേ ദിവസം അല്ലേ ആ ഒരു അവസ്ഥയിലേക്കല്ലേ ഇപ്പൊ പോകുന്നതെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സൊസൈറ്റിയിൽ ആസ് സച്ച് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പല പല റീസൺ കൊണ്ടാണ്. അപ്പം ഇന്നിപ്പോൾ നമ്മുടെ ഈ നേരത്തെ നമ്മൾ കാർഡ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു, നമ്മളെപ്പോഴും പണ്ടൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടുമായിരുന്നു, നമ്മൾ സ്നേഹം പങ്കിടുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. ഇന്ന് അതെല്ലാം കുറഞ്ഞു. ഇപ്പം ഒരു ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പോലും ഫോൺ വിളിക്കുന്നത് പോലും ഒരു സ്പെഷ്യൽ കുക്കിംഗ് പോലും ഇല്ല, ഇൻസ്റ്റന്റ് ആയിട്ട് എല്ലാം കുക്കിംഗ് ഒന്നുമില്ല. നമ്മുടെ ഒരു സ്നേഹം പങ്കിടാനായിട്ടുള്ള ഒരു ഫോറം നമുക്കൊരു മാക്സിമം എല്ലാവരും മൊബൈലിലാണ്. എല്ലാവരും നമ്മൾ അങ്ങനെയുള്ള വിഷിങ് വരെ, സംസാരം വരെ കുറഞ്ഞു പോയി. നമ്മളിപ്പോൾ ഒരു ബർത്ത്ഡേ ആയിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു സെലിബ്രേറ്റ് ചെയ്യാനടുത്ത് പോയി എന്ന് വെച്ചു, അവിടെ പോയാലും കാണുന്നില്ല. ഇപ്പം 4 പേരുണ്ടെങ്കിൽ അമ്മയും അപ്പനും 2 മക്കളും ഉണ്ടെങ്കിൽ 4 പേരും 4 മൊബൈലിലായിരിക്കാം. അങ്ങനെ ഒരുപാട് ഡിസ്റ്റോർട്ടഡ് ആയിട്ടുണ്ട്. ഇതിനെയാണ് നേരത്തെ പറഞ്ഞത്, നമുക്ക് തിരിച്ച് പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു. അല്ല, അത് ഇപ്പം രാഷ്ട്രീയത്തിലായാലും നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും മൊത്തത്തിൽ നമ്മൾ മൊബൈലിലേക്ക് ഒതുങ്ങി കഴിഞ്ഞു. അതെ, കോൾ ചെയ്യാനും നമുക്ക് വളരെ കുറച്ച് സമയമല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഒന്നിനും നമുക്കും സമയമില്ല. നമ്മൾ ഫുള്ള് ഇതിലായി ഒരു തോന്നില്ല. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ആ ഒരു ലോകത്താണ് അവര്. ചർച്ചിൽ പോയാൽ പോലും നമുക്ക് ഫോണ് ഓഫ് ചെയ്ത്, നമ്മൾ പള്ളിയിൽ പോകുമ്പോഴും മൊബൈലായിട്ട് പോകുന്നത്. ഇപ്പൊ ഈ ഒരു സീസണും നമുക്ക് പണ്ടൊക്കെ ആയിരുന്നു തോന്നുന്നു നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക. ഇന്നിപ്പോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് കുക്ക് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഇപ്രാവശ്യം ക്രിസ്മസിന്? പറഞ്ഞല്ലോ, ക്രിസ്മസിന് എന്നെപ്പോഴെന്തായാലും അപ്പോസ്റ്റും കാണും. പക്ഷെ ആ ഒരു ശൂന്യത നമ്മള് ക്രിസ്മസ് അമ്മയ്ക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ? അല്ല, അങ്ങനെ ഒരു പണ്ടാണെങ്കിൽ തിരുവനന്തപുരത്തായിരിക്കും. പക്ഷെ പണ്ടാണെങ്കിൽ ക്രിസ്മസിന് ഒരു പ്ലാനിങ് ഉണ്ട്. നമ്മളെ ക്രിസ്മസ് ട്രീ, സ്റ്റാർ, ചർച്ചിൽ നമ്മുടെ പണ്ടത്തെ പോലെ രാത്രി നമുക്ക് ഓരോ ഇപ്രാവശ്യം എനിക്ക് അറിയത്തില്ല ക്രിസ്മസ് സർവീസ് രാത്രിയാണോ. ഓൺലൈൻ അല്ല, നമുക്ക് പള്ളിയിൽ പോവാം. പള്ളിയിൽ പോയിട്ട് തന്നെയാണ്. പക്ഷെ അത് രാവിലെയാണോ രാത്രിയാണോ എന്ന് ഇപ്രാവശ്യം അറിയത്തില്ല. അത് മിക്കവാറും ഇവിടെ രാവിലെയാണ് നടക്കാറ് തിരുവനന്തപുരത്ത്. അപ്പം അത് പോയിട്ട് വരും. എന്നിട്ട് നോർമൽ രീതിയിലൊരു ഫുഡ് എന്നേ ഉള്ളൂ. പണ്ട് അങ്ങനല്ല, അത് നേരത്തെ പ്ലാൻഡ് ആണ്. അപ്പയുള്ളപ്പം ക്രിസ്മസിന് ചിലപ്പോൾ വേറെ കുറച്ച് പേര് വരും, ആരെങ്കിലും ഒക്കെ നെയ്ബേഴ്സ് അങ്ങനെയൊക്കെ വരും. എന്നിട്ട് ആ ഒരു സെലിബ്രേഷൻ ആണ് വീട്ടില്. മറിയെ സംബന്ധിച്ചിടത്തോളം പാട്ടിന് വേണ്ടി പ്രത്യേകിച്ച് മ്യൂസിക് ജീവിതത്തിൽ കൊണ്ട് നടക്കാനും മ്യൂസിക് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൽ പിന്നെ പ്രത്യേകിച്ച് പറയണ്ട. പ്രത്യേകിച്ച് നമുക്ക് ഈ ക്രിസ്മസിൽ ഏത് പാട്ട് പാടാം? വിണ്ണിലെ രാജകുമാര
ഈ 2025 ഏകദേശം തീരുന്നു. ഓരോ വർഷത്തിലും നമ്മുടെ ക്രിസ്മസോട് കൂടി ആ വർഷം അങ്ങ് തീരുവാണ്. ഒരു സമ്മിശ്രമായ വർഷമായിരിക്കുമല്ലോ എല്ലാവർക്കും. നമ്മൾ ഒത്തിരി സന്തോഷവും എല്ലാം നിറഞ്ഞ ഈ ഒരു 2025 ഈ ഒരു ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കാൻ എല്ലാവരും ഒരുങ്ങുകയാണ്. ഇപ്പം ലോക ചരിത്ര സംഭവമാണ്. ലോകരാജ്യങ്ങൾ മൊത്തം ആഘോഷിക്കുകയാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? നമുക്ക് ഈ ക്രിസ്മസിൽ നമുക്ക് നമ്മളിൽ എന്ത് മാറ്റം വരുത്താം, നമ്മളെയും കൊണ്ട് സമൂഹത്തിന് എന്ത് മാറ്റം വരുത്താം? 2025 സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. പക്ഷേ ഡയമണ്ട് അത് മാറ്റുരച്ച് അത് ഷൈനിങ് കൂടുമെന്ന് പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ സ്ട്രഗിൾസിൽ കൂടെ എങ്ങനെ കടന്നു പോകുന്നു, അപ്പം ദൈവത്തോട് നമുക്ക് എന്തുമാത്രം നമുക്ക് വിശ്വാസത്തോടെ ഇരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആ വിശ്വാസം കൈവിടാതെ മുമ്പോട്ട് പോകാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ഡയമണ്ട് പോലെ തിളങ്ങാൻ പറ്റുന്നത്. അങ്ങനൊരു ജീവിതാനുഭവം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അതെല്ലാവർക്കും സാധിക്കും. എല്ലാവർക്കും ഒരു ഏറ്റവും നല്ല ഒരു ക്രിസ്മസും ഏറ്റവും അനുഗ്രഹപ്പെട്ട ഒരു ന്യൂ ഇയറും വിഷ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇത്രയും സമയം നമുക്ക് ഒരു ചെറിയൊരു ചാറ്റായിരുന്നു. അങ്ങനെ ഈ 2025 കഴിഞ്ഞ് ഈ ക്രിസ്മസും കഴിയാൻ പോവുകയാണ്. നമുക്ക് മറിയ നേരത്തെ പറഞ്ഞ പോലെ വെല്ലുവിളികൾ നിറഞ്ഞത് തന്നെയായിരിക്കാം എല്ലാവർക്കും ഈ വർഷം. പ്രശ്നങ്ങളും പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മളെല്ലാം അതിനെ അതിജീവിച്ച് എവിടം വരെ എത്തി. ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ROS TV പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്തു. അതിലുപരി ഏറ്റവും ബെസ്റ്റായിട്ട് ഒരു മ്യൂസിക്, ആ മറിയയുടെ ഒരു ടാലൻറ്റ് ദൈവം തന്നിരിക്കുന്നത് മറിയ നന്നായിട്ട് യൂസ് ചെയ്യുന്നു. അത് ഷാർപ്പ് ചെയ്ത് കൊണ്ട് നടക്കുന്നു. അത് ഒളിച്ചു വെക്കാതെ ഇപ്പോഴും അതിനു വേണ്ടി സമയം മാറ്റി വയ്ക്കുന്ന വലിയൊരു കാര്യമാണ്. അതിൽ കിട്ടുന്നൊരു സന്തോഷവും സമാധാനവും അപ്പയുടെ ഒരു സപ്പോർട്ട് നേരത്തെ മുതലേ ഉണ്ടായിരുന്നുകൊണ്ട്. അപ്പോൾ ഒത്തിരി സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി നന്ദി. നല്ലൊരു ക്രിസ്മസ് സമാധാനത്തോടെ സന്തോഷത്തോടെ ഒരു നല്ലൊരു ഓർമ്മയിൽ ഇനിയും ഇല്ലാത്തൊരു ക്രിസ്മസ് ആണെങ്കിൽ പോലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത്, സ്വർഗത്തിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് അതൊരു വലിയൊരു സമാധാനമാണല്ലോ. വിശ്രമിക്കുമ്പോഴും ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. ഇത്രയും സമയം ROS TV പ്രേക്ഷകർക്ക് വേണ്ടി നല്ല നല്ല ക്രിസ്മസ് സന്ദേശങ്ങൾ പറയാനും പങ്കുവയ്ക്കാനും കഴിഞ്ഞതിന് ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്.